വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബർ. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെയ്പ്പത്തിലും പിന്നെ നമുക്ക് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ചിക്കൻ കറീൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല കേട്ടോ, ഡിന്നറായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഈ നെയ്പ്പത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ചിലവർ അരി കുതിർത്ത് അരച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. റവ, പത്തിരിപ്പൊടി, പുട്ടുപൊടി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു നെയ്പ്പത്തിരിക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ കറീൻ്റെ കുക്കറിൽ നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി റെസിപ്പി കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ 2 സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1.5 കഷ്ണം മതി. പിന്നെ ഒരു 8-9 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ 3.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. 2-3 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്കയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സവാള കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈവച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലും പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ടും നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ അടുപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന സമയത്ത് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ഈ ഒരു കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നതാണ്. ഇപ്പോൾ ദാ നമ്മളെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചൊരു വെള്ളം പോലെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോകുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പി തന്നെയാണല്ലേ ഇത്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത നെയ്പ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗൾ നിറയെ ഞാൻ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അജ്മീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പളവിൽ കാണിക്കാത്തത്, ചിലവരുടെ കയ്യിലൊന്നും മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു ബൗൾ എടുത്തത് കേട്ടോ. ഇനി ആ ഒരു ബൗളിന് 2 ബൗള് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഞാൻ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അജ്മീൻ്റെ പുട്ടുപൊടി എടുത്തുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കുക. 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പ് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതിലേക്ക് വെള്ളം ചേർക്കാനേ പാടില്ല. എന്നിട്ട് ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചൂടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. നല്ലവണ്ണം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളെ ഈ ഒരു നെയ്പ്പത്തിൽ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അതുപോലെ ഒരുപാട് വെള്ളം കൂടി പോകാനും പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാനും വേണ്ടി പറ്റും. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ പത്തിരിയൊക്കെ പരത്തുന്ന ആ ഒരു പ്രസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഓയിലിൻ്റെ ഒരു കവറിലാണ് കേട്ടോ
വെച്ചിട്ട് അമർത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരു പരന്ന പാത്രം വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുക്കുക. ആ ഒരു സമയത്ത് എല്ലാ ഭാഗവും ഒരേപോലെ വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പരന്നു പോകാൻ വേണ്ടി പാടില്ല കേട്ടോ. ഈ ഒരു കട്ടിയിൽ വേണേ, ചെറുതായിട്ടുള്ള ഒരു കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നെയ്പ്പത്തിൽ നന്നായി വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, ഒരുപാട് അമർത്തി പരത്തി എടുക്കാതിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു തവി വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നാലാണ് നല്ലവണ്ണം ഇത് പൊന്തി വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം റെഡി ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ നിങ്ങൾ കാണുന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവരുത്. അതുപോലെ ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കരുത്, അത് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ നല്ലവണ്ണം ചൂടുണ്ടാവണം കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം തവി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തുകൊണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു നെയ്പ്പത്തിൽ നല്ലവണ്ണം പൊങ്ങി വരുന്നത്. ചിലവർ പറയണ കേട്ടിട്ടുണ്ട് പത്തിരിപ്പൊടി വെച്ചിട്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് റെഡി ആവുന്നില്ല എന്നുള്ളത്. അതൊന്ന് നമ്മൾക്ക് ആ ഒരു മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകുന്നതുകൊണ്ടാണ്. അതുപോലെ ഇതിന് കുഴക്കുന്ന ആ ഒരു മാവ് ഒരുപാട് വെന്ത് പോകാനും പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നെയ്പ്പത്തിരി വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ദാ നമ്മളെ പുട്ടുപൊടി വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ചിക്കൻ കറിയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ നെയ്പ്പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു ചിക്കൻ കറിയും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വയനാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു നെയ്പ്പത്തിലും ഇറച്ചിക്കറിയും. അപ്പം നിങ്ങൾ ഇതുവരെ നെയ്പ്പത്തിരി ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.